വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ജി കെ റാങ്ക് കോർണറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സാന്താൾ എന്ന് പറയുന്ന ഗോത്ര വിഭാഗത്തെ കുറിച്ചും സാന്താൾ കലാപത്തെ കുറിച്ചുമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഹാരിയ കലാപം പറഞ്ഞു. അപ്പോൾ പഹാരിയ എന്ന് പറയുന്ന വിഭാഗം, ഗോത്ര വിഭാഗം തന്നെ രാജ്മഹൽ കുന്നുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള കാരണം സാന്താൾ വിഭാഗത്തിൽപ്പെട്ട ഗോത്ര വിഭാഗക്കാരെ പഹാരിയ കുന്നുകളിൽ എത്തിയതാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. അപ്പൊ ഈ സാന്താളുകളുടെ കുടിയേറ്റം പഹാരികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവര് തമ്മില് എന്തുണ്ടായി? സംഘർഷം ഉണ്ടായി. അങ്ങനെ പഹാരികള് വരണ്ട പ്രദേശത്തേക്ക്, മലയുടെ വരണ്ട ഭാഗങ്ങളിലേക്ക് അവര് മാറുകയാണ് കേട്ടോ. അതിനുശേഷം സാന്താളുകള് ഈ രാജ്മഹൽ കുന്നുകളില് സ്ഥിരതാമസം തുടങ്ങുകയാണ്. രാജ്മഹൽ കുന്നുകളില് അവര് 1780-കളിലാണ് ആരെത്തിയത് എന്നാ പറയണത്? സാന്താളുകൾ എത്തിയത്. ഈ സാന്താളുകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരും ജോട്ടേദാർമാരും അതുപോലെ തന്നെ ജമീന്ദാർമാരും ഒക്കെ ആയിരുന്നു. കൊണ്ടുവരാൻ കാരണമുണ്ട്. അതായത് ഇപ്പോ പഹാരിയക്കാർ പോയപ്പോ പഹാരിയക്കാരെ പോലെയുള്ള ആൾക്കാരാണ് സാന്താളുകൾ. ഇവര് നന്നായി പണിയെടുക്കും. അപ്പൊ ഇവരുടെ പ്രോഡക്റ്റുകളൊക്കെ അവർക്ക് കയറ്റുമതി ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് തന്നെയാണ് ഇവരെ പ്രോത്സാഹിപ്പിച്ചത്. പിന്നെ ഇവരുടെ പ്രത്യേകത, സാന്താളുകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ സാന്താളുകള് മരമൊക്കെ എന്താ പറയാ മുറിക്കും. അതായത് കാടൊക്കെ വെട്ടിത്തെളിച്ച് നിലം ഉഴുത് മറിച്ച് കൃഷി ചെയ്തിരുന്നവരായിരുന്നു. ഈ പഹാരിയക്കാരെന്താണെങ്കിൽ അവര് വനവിഭവങ്ങളെയും വനത്തെയും നശിപ്പിക്കാതെ കൃഷി ചെയ്തിരുന്നവരായിരുന്നു. അപ്പൊ കുറച്ചും കൂടി നല്ലത് സാന്താളുകളാണെന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. അപ്പൊ ബ്രിട്ടീഷുകാരും ജോട്ടോദാർമാരും ജമീന്ദാർമാരും ഒക്കെ ഇവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക ചെയ്തത്. ഇനി ഈ സാന്താളുകള് രാജ്മഹൽ കുന്നുകളിൽ താമസിച്ചിരുന്ന പ്രദേശം ഉണ്ടായിരുന്നു. ആ പ്രദേശം അല്ലെ ആ പ്രദേശത്തിലെ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. അവർ താമസിച്ചിരുന്ന അവരുടെ വീടുകൾ, ആ കേന്ദ്രങ്ങളെ വിളിച്ചിരുന്നത് ദാമിൻകോ എന്നാണ്. എന്താണ്? ദാമിൻ കോ എന്നാണ് കേട്ടോ. അപ്പൊ ദാമിൻ ഈക്കോ, അങ്ങനെയാണ് ക്ലിയർ ആയിട്ട് പറയാം. ദാമിൻകോ എന്ന് ചുരുക്കി പറയും ദാമിൻ ഈക്കോ. ദാമിൻ ഈക്കോ, നമ്മൾ CUK എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ ദാമിൻ ഈക്കോ എന്ന് പറയുന്ന കേന്ദ്രങ്ങളിലാണ് ആര് താമസിച്ചിരുന്നത്? സാന്താളുകൾ താമസിച്ചിരുന്നത്. അപ്പോ 19-ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ ഈ സാന്താളുകളുടെ സുവർണകാലം എന്ന് തന്നെ പറയാം. അങ്ങനെ സാന്താളുകള് എന്താണ്, കൃഷിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, വ്യാപാര ഉൽപ്പന്നങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി. അപ്പൊ ഇവർ നന്നായിട്ട് ഉൽപാദനം തുടങ്ങിയപ്പോ എന്തുണ്ടായി? ബ്രിട്ടീഷുകാരുമായിട്ട് ഒരസലുണ്ടാവാൻ കാരണമായി. കാരണം സാന്താളുകൾ കൃഷി ഇറക്കിയ ആ ഭൂമിയുടെ പേരില് വൻതോതില് ആ ഭൂമിയിൽ വൻതോതില് നികുതി ഏർപ്പെടുത്താൻ തുടങ്ങി. ആര്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി. കൂടാതെ കാർഷിക ആവശ്യത്തിന് ഇവര് ഉയർന്ന നിരക്കിൽ പലിശ കടം വാങ്ങിയിട്ട് അത് അവർക്ക് കൃത്യമായിട്ട് ആ പലിശ തിരിച്ചടയ്ക്കാൻ പറ്റാണ്ടായി. ഈ നികുതിയും കൂടിയായിപ്പോ. കൂടാതെ ജമീന്ദാർമാര് സാന്താൾ പ്രദേശത്ത് ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങി. അത് നമുക്കറിയാലോ. അതായത് എന്തെങ്കിലും നല്ല ഇൻകം ഉണ്ടെന്ന് വന്ന് തുടങ്ങുമ്പോൾ, മനസ്സിലാക്കി തുടങ്ങുമ്പോൾ അവർ ആധിപത്യം സ്ഥാപിക്കും. ഇങ്ങനെ സാന്താളുകളെ എന്താ പറയാ, ജമീന്ദാർമാരും ഹുണ്ടികക്കാര്, അതായത് ഇങ്ങനെ എന്താ പറയാ പലിശയ്ക്ക് കടം കൊടുക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരും ബ്രിട്ടീഷുകാരും ഒക്കെ ചൂഷണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവർക്കെതിരെ സാന്താളുകൾ തുടങ്ങാണ്? കലാപം ആരംഭിക്കുകയാണ്. അങ്ങനെ കലാപം ആരംഭിച്ചത് 1855-ലാണ്. അപ്പൊ സാന്താൾ കലാപം നടന്ന വർഷം എന്നാണ്? 1855-ലാണ്. സാന്താൾ കലാപത്തിന്റെ നേതാക്കൾ രണ്ടുപേരാണ്. ഒന്ന് സിദ്ധു, അടുത്തത് കാനു. സിദ്ധു, കാനു എന്നീ രണ്ട് വ്യക്തികളാണ് സാന്താൾ കലാപത്തിന്റെ നേതാക്കൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്തത്, സാന്താൾ കലാപം കഴിഞ്ഞതിന് ശേഷം ബഗൽപൂര്, ബിർബം എന്ന് പറയുന്ന രണ്ട് ജില്ലകളുണ്ട്. ഏതാണ്? ഒന്ന് ബഗൽപൂർ, അടുത്ത ബിർബം. ഈ ജില്ലകളില് 5500 ചതുരശ്ര മൈൽ വേർതിരിച്ചെടുത്ത് സാന്താളുകൾ രൂപീകരിക്കുകയാണ്? ഒരു പർഗാനയൊക്കെ രൂപീകരിക്കുകയുണ്ടായിരുന്നു. ഓർക്കണം. അപ്പൊ സാന്താളുകൾ പർഗാന രൂപീകരിച്ച രണ്ട് ജില്ലകളിലാണെന്ന് ഓർക്കുക. ഒന്ന് ബഗൽപൂരിലും അടുത്തത് ബിർബത്തിലുമാണ്. ഇനി ഈ സാന്താൾ കലാപത്തിന് 1857-ലെ കലാപത്തിനും ബ്രിട്ടീഷുകാരെ സഹായിച്ച ബർദ്വാൻ രാജ ഉണ്ടായിരുന്നു. ഏത് രാജാവായിരുന്നു എന്ന് ചോദിച്ചാൽ അയാളുടെ പേര് മെഹ്താബ് ചന്ദ് എന്നായിരുന്നു. ആരാണ്? മെഹ്താബ് ചന്ദ് കേട്ടോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1780-കളിൽ നമ്മുടെ സാന്താളുകള് രാജ്മഹൽ കുന്നുകളിലേക്ക് എത്തുകയാണ്. ആരെ തോൽപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആരെ എന്താ പറയാ അവിടെ നിന്ന് തുടച്ചു മാറ്റിക്കൊണ്ട്? പഹാരികളെ തുടച്ചു മാറ്റിക്കൊണ്ട്. അങ്ങനെ സാന്താളുകൾക്ക് അപ്പോ ബ്രിട്ടീഷുകാരുടെയും ജോട്ടേദാർമാരുടെയും ജമീന്ദാർമാരുടെയും ഒക്കെ നല്ല ഒരു എന്താ പറയുന്നത് പിന്തുണ ഉണ്ടായിരുന്നു. ആ പിന്തുണയോടുകൂടി ഇവിടെ വന്നു. ഇവര് നല്ല രീതിയിൽ നിലമൊക്കെ ഉഴുതു മറിച്ച് കൃഷി ചെയ്തു. കൃഷി മാത്രമല്ല, പിന്നെ അവിടുത്തത് വ്യാപാര ഉൽപ്പന്നങ്ങളൊക്കെ അവർ പ്രൊഡ്യൂസ് ചെയ്തു തുടങ്ങി. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തു തുടങ്ങിയപ്പോ എന്താണ്, ഇവർ കുറച്ചും കൂടി ഹൈ ലെവലിലേക്ക് എത്തിയപ്പോ എന്താണ്, ബ്രിട്ടീഷുകാർ ഇവർക്കെതിരെ തിരിയാൻ തുടങ്ങി. അങ്ങനെയാണ് സാന്താൾ കലാപം ഉണ്ടാവുന്നത്. അപ്പൊ സാന്താൾ കലാപത്തിന്റെ 3 കാരണങ്ങൾ ഓർക്കണം. ഒന്ന്
കൂടുതൽ നികുതി കമ്പനി ചുമത്തിയതാണ് ഇവരുടെ മേലെ. രണ്ടാമത്തത് ഉയർന്ന പലിശയ്ക്ക് ഇവർ കടം വാങ്ങിയിട്ട് ആ പലിശ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാൻ ഇവർക്ക് പറ്റാണ്ടിരുന്ന. മൂന്നാമത് ജമീന്ദാർമാര് സാന്താൾ പ്രദേശത്ത് ആധിപത്യം സ്ഥാപിച്ചത്. ഇതൊക്കെ കാരണം, ഈ 3 കാരണങ്ങള് കൊണ്ട് 1855 സാന്താൾ കലാപം നടക്കുന്നു. സാന്താൾ കലാപത്തിന്റെ നേതാക്കള് സിദ്ധുവും കാനുവുമാണ്. ആരാണ്? സിദ്ധുവും കാനും. ഈ 1855 നടന്ന സാന്താൾ കലാപത്തിലും 1857 നടന്ന സ്വാതന്ത്ര്യ സമരത്തിലും നമുക്കറിയാം, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ ബ്രിട്ടീഷുകാരെ സഹായിച്ച ഒരു രാജാവുണ്ട്, ബർദ്വാൻ രാജ. അദ്ദേഹത്തിന്റെ പേര് മെഹ്താബ് ചന്ദ് എന്നാണ്. ആരാണ്? മെഹ്താബ് ചന്ദ്. പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കണം, സാന്താളുകൾ താമസിച്ചിരുന്ന കേന്ദ്രങ്ങളെ നമ്മൾ എന്താ വിളിച്ചിരുന്നത്? ദാമിൻ ഈക്കോ. എന്താണ്? ദാമിൻ ഈക്കോ എന്നാണ്. അപ്പൊ ഇത്രയാണ് സാന്താളുകളെ കുറിച്ചും സാന്താളുകളുടെ കേന്ദ്രമായിട്ടുള്ള ദാമിൻ ഈക്കോയെ കുറിച്ചും അതുപോലെ തന്നെ സാന്താൾ കലാപത്തെ കുറിച്ചും പറയാനുള്ളത്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ട് ഇനിയും നമുക്ക് GK റാങ്ക് കോർണറിൽ കൂടെ കാണാം കേട്ടോ. അപ്പൊ ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ക്ലാസ്സിലെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.